ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ സലാം തിരൂരിൽ നിന്ന് വരുന്നു. ഇന്ന് ഞങ്ങളിവിടെ ഒരു ഇൻഫാക്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ പങ്കെടുത്തു. വളരെ അത്ഭുതകരമായ എക്സ്പീരിയൻസാണ് എന്നെ സംബന്ധിച്ചുണ്ടായത്. കാരണം ബിസിനസ്സിൻ്റെ പല മേഖലയിലും പല രൂപത്തിലും നമ്മൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ നമുക്ക് മുതൽമുടക്കുകൾ കൂടുന്നതും ചെലവ് ചുരുങ്ങി വരുന്നതുമായ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് പ്ലാസ്റ്റിക് നിരോധനത്തിലൂടെ നമുക്ക് നല്ലൊരു അവസരം കൈവന്നിട്ടുണ്ട്. അതിന് JSA പേപ്പർ ട്രെയിനിങ് അവരുടെ കമ്പനി നമുക്കത് എങ്ങനെയാണ് ഈ പേപ്പർ കൊണ്ട് ബാഗ് ഉണ്ടാക്കി തീർക്കുക എന്ന നല്ലൊരു ട്രെയിനിങ് നമുക്ക് തന്നു. സാറിനും അതേപോലെ ഇത് സംഘടിപ്പിച്ച ഇൻഫാക്റ്റിനും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഞാൻ മുഹമ്മദ് നൗഫൽ, ഞാൻ വേങ്ങരയിൽ നിന്ന് വരുന്നു. ഇൻഫാക്റ്റിൻ്റെ സാറ് തന്ന ക്ലാസ് നല്ല ഉപകാരപ്രദമായിരുന്നു. അതിന് ഇൻഫാക്റ്റിനോടും GSAയോടും നന്ദി പറയുന്നു. ഞാൻ ബുഖാരി കൊണ്ടോട്ടി സ്വദേശിയാണ്. ഞാൻ ഈ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തു. വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് തന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഈ ബാച്ചിൽ പങ്കെടുത്ത എല്ലാവരും വളരെ സംതൃപ്തരാണ്. എൻ്റെ പേര് അമീന ഹുസൈൻ. ഞാൻ കുറുപ്പത്തു നിന്നാണ് വരുന്നത്. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിച്ചത്. ഞാൻ കുറുപ്പത്ത് കൊണ്ടോട്ടിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപാടി. ഞാനിവിടെ വന്നു.
എൻ്റെ പേര് സുഹറാബി. ഞാൻ യൂണിവേഴ്സിറ്റി ഏരിയയിൽ ഇടിമുഴിക്കൽ എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്. ഇൻഫാക്ക് നടത്തിയ ഈ പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തതോടുകൂടി ഞങ്ങൾക്ക് സിമ്പിളായിട്ട് പേപ്പർ ബാഗ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് ഞങ്ങൾ മനസ്സിലാക്കിയത് പകർന്നു കൊടുക്കാനും ഒരു അവസരം ലഭിച്ചു എന്നാണ് ഞാൻ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഈ ട്രെയിനിങ് ഇവിടെ സംഘടിപ്പിച്ച ഇൻഫാക്കിൻ്റെ ഭാരവാഹികൾക്ക് ഞങ്ങൾ പ്രത്യേകം ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്ന GSAയുടെ അബു സാഹിർ അദ്ദേഹത്തിനും പ്രത്യേകമായി ഈ വേളയിൽ ഹൃദ്യമായ നന്ദി ആശംസകളും അർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫാത്തിമ, വടക്കുമുറി. ഈ പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി വന്നതാണ്, പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ. അബു സാഹിർ എന്നവരുടെ നേതൃത്വത്തിലാണ് GSA പ്രോഗ്രാം ചേരാൻ വന്നത്. വളരെ നന്ദി, സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഇവിടെ ഇങ്ങനൊരു പേപ്പർ ബാഗ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ച ഇൻഫാക്കിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ ഒരു ശില്പശാലയിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്ന അബു സാഹിർ സാർ GSAയുടെ ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടു. നമ്മളെ പ്രതീക്ഷയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിക്കൊണ്ട് അദ്ദേഹം എങ്ങനെ പേപ്പർ ബാഗ് നിർമ്മിക്കുക എന്നതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വെറും ഒരു പേപ്പർ ബാഗ് നിർമ്മിക്കൽ എങ്ങനെ എന്നതിലപ്പുറം ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിന് വേണ്ട മറ്റുള്ള ഇൻഫർമേഷൻ കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. നമുക്ക് ഈ പേപ്പറുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, അതിൻ്റെ റേറ്റ് എത്രയാണ്, അതെങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ഒരാൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻ കൂടി ഇതിൻ്റെ കൂടെ അദ്ദേഹം നമുക്ക് തന്നു എന്നുള്ളതാണ് മറ്റുള്ള ട്രെയിനിങ് ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഇവിടെ വന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഇൻഫാക്കിനും അതുപോലെ GSAക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സഫിയ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കക്കുടിയിൽ നിന്ന് വന്നതാണ്. ഇൻഫാക്ക് നടത്തുന്ന പേപ്പർ കൊണ്ട് പേപ്പർ ബാഗ് നിർമ്മാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയൊരു ബിസിനസ് തുടങ്ങാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുറച്ച് ശ്രദ്ധ നമുക്ക് അതിൻ്റെ പേരിൽ കുറച്ച് ശ്രദ്ധ ഉണ്ടായെങ്കിൽ വലിയൊരു ബിസിനസ്, വലിയൊരു കമ്പനിയായിട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുമെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ പങ്കെടുത്ത അവർ ഇത് പോയി നമ്മുടെ അയൽക്കൂട്ടങ്ങളിൽ ഇതുപോലെ മാതൃകയാക്കി കാണിച്ചു കൊടുക്കാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ഇതിൽ നിന്നും നമുക്ക് വലിയൊരു മോചനം കിട്ടുവാൻ നമുക്കിതുകൊണ്ട് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി പേപ്പർ നിർമ്മാണ ബാഗ് നമുക്ക് കാണിച്ചു തന്ന GSA അവർക്ക് അതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും. ഞാൻ TK ഹുസൈൻ,
ഇൻഫാക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സംസ്ഥാന ചെയർമാനാണ്. ഇൻഫാക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി 2012 മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് ആദ്യഘട്ടം എന്ന നിലക്ക് സമ്പാദ്യ സ്വരൂപണവും അതിലൂടെ അയൽക്കൂട്ടങ്ങളിലെ വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുമായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ അയൽക്കൂട്ടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അയൽക്കൂട്ടങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും സംരംഭകത്വ രീതിയിലേക്ക് മാറുക എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതിൻ്റെ ഭാഗമെന്ന നിലക്കാണ് ഇന്നിപ്പോൾ GSAയുടെ ട്രെയിനറെ ഉപയോഗിച്ചുകൊണ്ട് മിസ്റ്റർ അബു സാഹിറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം 10-30ഓളം അയൽക്കൂട്ട അംഗങ്ങൾക്ക് ബാഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ അയൽക്കൂട്ടത്തിലെയും വ്യക്തികൾ അവരവരുടെ പ്രദേശങ്ങളിൽ സംരംഭകത്വ രീതികളുമായി മുന്നോട്ട് പോകും എന്ന ശുഭപ്രതീക്ഷയാണ് ഇൻഫാക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് ഉള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ ഞങ്ങളോടൊപ്പം ഇതിൻ്റെ പരിശീലനത്തിന് കൂടുതൽ സമയം ചിലവഴിക്കുകയും അതുവഴി കൂട്ടങ്ങളിലെ അംഗങ്ങളുടെ പഠന ശിക്ഷണ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത SA ഗ്രൂപ്പിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയും ഭാവിയിലും അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തുടർന്നുള്ള കാലത്ത് കേരളത്തിൻ്റെ വനിതകളുടെ ഇടയിൽ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായി എൻ്റർപ്രന്യൂറിയൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രക്രിയയിൽ കൂടുതൽ ഭാവിയിൽ സഹകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. എൻ്റെ പേര് അബ്ദുൽ കരീം. ഞാൻ ഇൻഫാക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ്. ഇൻഫാക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഗമം പലിശരഹിത കൂട്ടായ്മകളുടെ രണ്ടാം ഘട്ട പ്രവർത്തനം എന്ന രീതിയിൽ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഭാഗത്തിൽപ്പെട്ട് ഇന്നിവിടെ നടത്തിയ പേപ്പർ ബാഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരിശീലന ക്ലാസ് സ്വാഭാവികമായും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ധാരാളം NGOകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏകദേശം 30ഓളം സംരംഭകർ പങ്കെടുക്കുകയുണ്ടായി.